പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ക്ലാസ് കേൾക്കുന്നവർ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കർത്താവിൻ്റെ വചന പ്രചാരണത്തിൽ പങ്കുകാരാകണമേ. നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. സാംസൺ ജനിക്കുന്നതിന് മുൻപ് തന്നെ സാംസന്റെ അമ്മയോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ മേഖലകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാനിക്കുകയായിരുന്നു. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ജനിക്കാൻ പോകുന്ന സാംസന്റെ അമ്മ മാത്രമേ ഈ സംഭവ സമയത്തുള്ളൂ. എന്നാൽ ഈ അമ്മ തൻ്റെ ഭർത്താവ് മനോവ എന്നാണ് സാംസന്റെ അപ്പൻ്റെ പേര്, പിതാവിൻ്റെ പേര് മനോവയോട് പറയുന്നുണ്ട്, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഒന്നും ഉപയോഗിക്കരുതെന്ന് എന്നോട് പറഞ്ഞു എന്ന് മനോവയോട് പറയുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ദൈവപുരുഷൻ ഈ സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ മനോവയെ വിളിക്കുന്നുണ്ട്. മനോവ വരുന്നുണ്ട്. മനോവ വന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ ദൂതൻ ഈ മേഖലകളെക്കുറിച്ച് മനോവയെയും ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 6 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ, അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്ന് അവൻ്റെ മുഖം ദൈവദൂതനെ പോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല, അവൻ പേര് പറഞ്ഞുമില്ല. അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത്. ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസിർ വ്രതക്കാരനായിരിക്കും. മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയിക്കുവാൻ ഇടയാക്കണമേ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഭാമക്കളെ, ഈ വചനം നമ്മളൊന്ന് ഓർക്കണമേ. നമ്മളുടെയൊക്കെ മക്കളെയൊക്കെ വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ മക്കൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചിന്തിക്കണം. ഇവിടെ മനോവ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്, കർത്താവെ, അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ ഇടയ്ക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യണമെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന് ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീ തന്നെയോ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ മനോവ ചോദിച്ചു, എൻ്റെ വാക്കുകൾ നിറവേറ്റുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു, ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത്, വീഞ്ഞോ ലഹരി പാനീയമോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയുമരുത്. ഞാൻ അവളോട് കൽപ്പിച്ചവയെല്ലാം പാലിക്കണം. നമുക്ക് കാണുവാൻ സാധിക്കും, പിന്നെ നമ്മൾ മുമ്പോട്ട് വായിച്ചു വരുമ്പോൾ ഇതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കുന്നു. കുഞ്ഞ് ജനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ വളർത്തുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവവിശ്വാസത്തിലും ദൈവപരിപാലനയിലും ഒക്കെ വളരുന്ന ഒരു കുഞ്ഞിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, അതുപോലെ തന്നെ മനോവയുടെ ജീവിതത്തിൽ ആ കുഞ്ഞിനെ മനോവയും മനോവയുടെ ഭാര്യയും ദൈവദൂതൻ പറഞ്ഞതനുസരിച്ച് വളർത്തുന്നു. ഇന്ന് പരിശുദ്ധ സഭയിലെ ഓരോ മക്കളും ഒന്ന് ആത്മപരിശോധന ചെയ്യണം. ദൈവം പറയുന്നതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. കാനായിലെ കല്യാണത്തിൻ്റെ പോലും അത്ഭുതം ആ ഭവനത്തിൽ നടന്നതിൻ്റെ പിന്നിൽ മറിയം പറയുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധയമ്മ പറയുന്നൊരു കാര്യമുണ്ട്, അവൻ പറയുന്നത് പോലെ നീ ചെയ്യുക, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞില്ല, അവൻ പറയുന്നത് പോലെ, യേശു പറയുന്നത് പോലെ ചെയ്തപ്പോഴാണ് അവിടെ അനുഗ്രഹം ലഭിച്ചത്. ഇതുപോലെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തുടങ്ങുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. പിന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, 25-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ, 13-ാം അധ്യായത്തിൻ്റെ 24-25 തിരുവചനം വായിക്കുമ്പോൾ, അവളൊരു പുത്രനെ പ്രസവിച്ച് സാംസൺ എന്ന് പേരിട്ടു. കുട്ടി വളർന്നു, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. മാതാപിതാക്കളുടെ സൽപ്രവൃത്തിയിലുള്ള ജീവിതം, ദൈവവചനമനുസരിച്ച് മാതാപിതാക്കൾ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടായ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് പലപ്പോഴും ഒരുപക്ഷെ ഞായറാഴ്ച ദിവസം കുർബാനയ്ക്കൊന്ന് പോകും, ചിലരൊക്കെ അത് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. പക്ഷെ എല്ലാ ദിവസവും കുർബാന സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം പോലും കൂടത്തിലുള്ള വ്യക്തികളെ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റ് വ്യക്തികളെ കാണുമ്പോൾ പോലും മുഖം തിരിച്ചു പോകുന്ന അനേകം വ്യക്തികളുണ്ട്. ഒരു സ്നേഹപൂർവ്വം ഒരു വാക്ക് സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലാതെ കൊണ്ട് പോകുന്നവരുണ്ട്. മുഖം തിരിച്ചു പോകുന്ന വലിയ നേതാക്കന്മാരുണ്ട്. ഇതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു പറഞ്ഞ കൽപ്പനയോടെ പാലിക്കുന്നില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന സ്നേഹത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. പിന്നെയോ മോശയുടെ കാലഘട്ടത്തിൽ മോശ എഴുതി കൊടുത്ത 10 കൽപ്പനയെക്കുറിച്ച് പഠിപ്പിക്കാനേ സമയമുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു നൽകിയ കൽപ്പനയുണ്ട്. ഇതാ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. മോശയുടെ കൽപ്പനയൊക്കെ അവിടെ ദൈവമായ കർത്താവ് മാറ്റിക്കളയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. ലോകരക്ഷകനായ യേശുക്രിസ്തു നൽകിയ കൽപ്പന പോലും പാലിക്കാതെ കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും? എങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടും? ദൈവം എങ്ങനെ അനുഗ്രഹിക്കും? ഇവിടെ മാതാപിതാക്കൾ ദൈവം പറഞ്ഞ വചനമനുസരിച്ച് ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ മനോവായുടെ മകൻ സാംസണെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്. ദൈവം അവനെ അനുഗ്രഹിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ മക്കളെ ദൈവം അനുഗ്രഹിക്കും. നമുക്കൊരു നിമിഷം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ തിരുവചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ തലമുറകളിലേക്ക് അനുഗ്രഹം കടന്നു ചെല്ലുമെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ തിരുഹിതം വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.